നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മക്കളെ വളർത്തുകയാണെങ്കിലേ മര്യാദയ്ക്ക് വളർത്തണം, അല്ലാതെ ദേ ഇങ്ങനെ അഴിച്ചു വിടല്ല വേണ്ടത്. ഇപ്പൊ തന്നെ ഇങ്ങനെ ആയാ കുറച്ച് വലുതാവുമ്പോ എന്തായിരിക്കും സ്ഥിതി? എന്തിനാടി എന്റെ മൊബൈൽ എടുത്ത് നോക്കിയത്? എന്തു ചോദിച്ചാലും നാവിന്ന് തർക്കുത്തരേ വരൂ. നീ പറ, വൈദ്യൻ എന്താ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ, നല്ല മാറ്റമുണ്ടെന്നും പറഞ്ഞു. താമസിയാതെ സ്റ്റിക്ക് ഉപയോഗിക്കാൻ നടക്കാൻ പറ്റുമെന്നും പറഞ്ഞു. ഇനിയിപ്പോ നടന്നിട്ട് എന്തിനാ? ഇവിടെ കാണാനുള്ളതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ? ഇനിയിപ്പോ എന്നേക്കുമായിട്ട് അങ്ങ് നീണ്ടു നിവർന്ന് കിടന്നാ മതി എന്നാ എനിക്കെന്റെ ആഗ്രഹേ. ഇപ്പൊ ഒന്ന് പിടിയടോ, അല്ലാത്തപ്പോഴൊക്കെ പിടിക്കാൻ നടക്കും. എടാ, നിന്റെ കയ്യിലെ മോതിരം ഊരി തന്നെ. മോതിരോ? അതേടാ, നിന്റെ വിരലിൽ കിടക്കുന്ന ആ സാധനം ഇങ്ങോട്ട് താ. ഇങ്ങോട്ട് താടാ മോളെ, നിന്റെ മോതിരം കൂടി ഇങ്ങതാ. ആ പിള്ളേ, ഇങ്ങ് വാ. പിള്ളേ, ഇത് രണ്ടും അവരുടെ രണ്ടുപേരുടെയും മോതിരങ്ങളാ. ഇതേ അളവിൽ പുതിയ രണ്ടെണ്ണം തീർപ്പിക്കണം. രണ്ടുപേരുടെയും പേരും എഴുതണം. ദേ, നാളെ തന്നെ വേണേ. ഉടൻ വിവാഹത്തിന് വേണ്ടതാ. ജാതകം കൊടുക്കുന്നത് നടത്താത്തതുകൊണ്ട് മാംഗല്യം ചേർത്തുമ്പോ റിംഗ് എക്സ്ചേഞ്ചും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. അതെ, അതൊന്നും വേണ്ട, എനിക്കുള്ളതൊക്കെ മതി. പുതിയ തീർപ്പിക്കാൻ പറ്റില്ലടാ വിഷ്ണു. നമ്മള് പല സിറ്റുവേഷനിൽ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും നമ്മൾ തമ്മിൽ കൊമ്പ് കോർക്കാൻ നിൽക്കല്ലേ. അല്ല, നീ രഹസ്യമായി നടത്തിക്കൊണ്ടുവന്ന കല്യാണത്തെ ഞാൻ പരസ്യമായ കല്യാണമായി നടത്തുന്നു. അതെ, ഈ കുടുംബത്തിന്റെ മാനത്തിന് വേണ്ടിയിട്ടാ. ആരെതിർത്താലും എന്ത് സംഭവിച്ചാലും ഞാൻ ഈ കല്യാണം നടത്തും, ഉറപ്പാ. നീ എന്തിനാണ് അവളെ നോക്കി പഠിപ്പിക്കുന്നേ? അവളെ ഇപ്പൊ എന്റെ മരുമകളല്ല, മകള് തന്നെയാ. നാളെ കല്യാണ സാരി പോലും ഞങ്ങൾ ഒരുമിച്ചാ പോയി വാങ്ങിക്കാൻ പോന്നെ. ആ, ഇനി നിനക്കുള്ള കോടിയുടുപ്പിന്റെയും മുണ്ടിന്റെ കാര്യമുള്ളൂ. അത് നീ രോഹിത്തുമായി പോയി വാങ്ങിയാ മതി. അല്ല സത്യമ്മേ, നാളെ തന്നെ വേണോന്ന് പറഞ്ഞാൽ? നാളെ തന്നെ വേണോന്ന് പറഞ്ഞാൽ നാളെ തന്നെ വേണം. ഒരു 10 രൂപ കൂടുതൽ കൊടുത്താൽ മതി. ഈ നാട്ടിൽ എന്തു വേണോ എപ്പോ വേണോ നടക്കും. പിള്ളയ്ക്ക് ഞാനെന്താ അതിനി പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? വേണ്ട. നാളെ മറക്കാതെ നീ അവന്റെ കൂടെ പോയി ഡ്രസ് എടുത്തോണം, കേട്ടല്ലോ? എന്താടാ? ആ,
ഈ പപ്പിമോള് എന്തെല്ലാം സഹിച്ച ഇവിടെ നിൽക്കുന്നേന്നറിയോ? മോള് കുറച്ചു നാളത്തേക്ക് കൂടി ക്ഷമിക്കണം. ചേച്ചിയമ്മയെ പപ്പിമോൾക്ക് എപ്പോഴും കാണാൻ വേണ്ടിട്ടല്ലേ അമ്മ ഈ പാടൊക്കെ പെടുന്നത്. അമ്മേ, ഈ കാർത്തികാന്റിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണമ്മേ. അവിടെ തൊടരുത്, ഇവിടെ തൊടരുത്, അതെടുക്കല്ലേ, ഇതെടുക്കരുത്. പപ്പിമോൾക്ക് ശല്യമായി. അമ്മയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. അമ്മയ്ക്കറിയോ, കാർത്തികാന്റി എന്നെ അടിക്കാൻ വന്നു. ഞാൻ ഓടിപ്പോന്നോണ്ടാ അടി കൊള്ളാതിരുന്നത്. പപ്പി, കുരുത്തക്കേട് ചെയ്ത് വെച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്കല്ലേ? മക്കളെ വളർത്തുകയാണെങ്കിലേ മര്യാദയ്ക്ക് വളർത്തണം. അല്ലാതെ ദേ ഇങ്ങനെ അഴിച്ചു വിടല്ല വേണ്ടത്. ഇപ്പൊ തന്നെ ഇങ്ങനെ ആയാ കുറച്ച് വലുതാവുമ്പോ എന്തായിരിക്കും സ്ഥിതി? എന്തിനാടി എന്റെ മൊബൈൽ എടുത്ത് നോക്കിയത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്തിട്ടേ ഇല്ല. ഞാൻ വെച്ചെടുത്തല്ലോ പിന്നെ ഇത് കണ്ടത്. ഇത്തിരിയേ ഉള്ളെങ്കിലും ഒരു കുട്ടിപ്പെട്ടാളം തന്നെയാ നീ. ഒരു 100 പേരുടെ കുരുട്ട് ബുദ്ധിയാ ഈ കൊച്ചു തലയ്ക്കുള്ളിൽ നിറച്ചു വച്ചിരിക്കുന്നേ. അതെങ്ങനെയാ? 10 ഗുണം 10 ഗുണം എന്നല്ലേ പറയാ? അമ്മയുടെ കുശാഗ്ര ബുദ്ധിയുടെ 10-ൽ 1 നീ കാണിക്കാതിരിക്കില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ കിടക്കേണ്ടി വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഞാനും എണീറ്റോട്ടെ. ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും നീ. ഇങ്ങോട്ട് മോറടി. എടി, നീ എന്താടി നോക്കി പേടിപ്പിക്കുന്നോ? നിന്റെ ഈ കിടപ്പുണ്ടല്ലോ, അത് നിന്റെ മനസ്സിലെ പകയും വിദ്വേഷവും കുശുമ്പും കുന്നായ്മയും കൊണ്ട് ഈശ്വരൻ തന്ന ശിക്ഷയാ. ഇനി നീ ഈ കിടപ്പിന്നേ ഒരു കാലത്തും എഴുന്നേക്കാൻ പോകുന്നില്ല. എന്റെ അമ്മ എങ്ങനെയൊന്നും പറയല്ലേ ആന്റി. എന്റെ ചേച്ചിയമ്മ അറിഞ്ഞാലുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.